Just imagine this a simple trip, rapido rides, police bazaar, a scooter, waterfalls, and then an unexpected twist. Heavy rains, slippery roads, drenched clothes, but standing there at Lightlum, above the clouds, it felt really unreal. This is Meghalaya, like you have never seen before. Today is a bit sunny. Cost dust ഉണ്ടെങ്കിലും Shillong vibes hits differently anyway. Right now, I'm on the Rapido, heading from Zion Hostel to the Police Bazaar. It will take me around 15 minutes. There is a little traffic, but the atmosphere here is so lively. Finally, reached Police Bazaar. ഒരു സ്കൂട്ടർ മാനേജ് ചെയ്ത് സോ ഇതോട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങുവാണ്. Alright, we are on our way to the Elephant Falls. Quick stop here for a petrol break. So roads here are very super lively. You will see small tea stalls and very dense forest on the both sides. പിന്നെന്താ ഈ ഷിലോങ്ങിലെ ഈ തണുത്ത ബ്രീസ്, നല്ലൊരു കാറ്റ്, എല്ലാം സൂപ്പറാ. ഷിലോങ്ങിൽ റൈഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എവറി കർവിലും ഒരു പുതിയ സീനറി വരും. ചിലപ്പോൾ അതൊക്കെ ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കും, സംടൈംസ് അതൊരു മൗണ്ടെൻസ് ആയിരിക്കും. സോ എപ്പോഴും ഒരു വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ സ്കൂട്ടറാണ് ഞാൻ പ്രിഫർ എപ്പോഴും ചെയ്യുക. ഇല്ല, അതാണ് വൈബ്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ നമ്മൾ എലിഫന്റ് ഫോൾസിൽ റീച്ച് ചെയ്ത് ഇവിടെ എൻട്രി ഗേറ്റ് ഉണ്ട്. വിൽ നീഡ് ടു ടേക്ക് ടിക്കറ്റ്സ് ടു ഗോ ഇൻസൈഡ്. ആക്ച്വലി ഈ വ്ളോഗ് ഞാൻ മേഘാലയയിൽ നിന്ന് വന്ന ഒരു മന്തിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ടിക്കറ്റിൻ്റെ ഫെയർസ് ഒന്നും അത്ര ഓർമ്മയില്ല. എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ അത് 100 rupees per person ആണെന്നാണ് തോന്നുന്നത്. സോ ഈ എലിഫന്റ് ഫോൾസിനില്ലേ ഒരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവിടെ ഒരു എലിഫന്റ് ഷേപ്ഡ് റോക്ക് ഉണ്ടായിരുന്നു ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത്. അതുകൊണ്ട് കിട്ടിയ പേരാണ് എലിഫന്റ് ഫോൾസ്. ബട്ട് ലേറ്റർ ഒരു എർത്ത് ക്വേക്ക് വന്നപ്പോൾ ആ റോക്ക് ഡെസ്ട്രോയ് ആയി. സ്റ്റിൽ പേര് മാറ്റിയൊന്നുമില്ല, എലിഫന്റ് ഫോൾസ് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. ഈ വാട്ടർഫോളിനെ 3 സ്റ്റെപ്പ് വാട്ടർഫോൾ എന്ന് വിളിക്കും. വേറെ ഒന്നുമില്ല, 3 സ്റ്റെപ്പായിട്ടുള്ള വാട്ടർഫോൾസ്, 3 വാട്ടർഫോൾസ് ഉണ്ട് ഈ പ്ലേസ് തന്നെ. അപ്പം എനിക്ക് ഈ ഫസ്റ്റ് ഫോളാണ് എനിക്ക് നല്ലതായി തോന്നിയത്. എന്താ വെച്ചാൽ നല്ല സീനിക് സ്പോട്ടായിരുന്നു. ഈ ഫോട്ടോ ഒക്കെ എടുക്കാനും കാണാനും ഒരു നല്ല സീനിക് സ്പോട്ടായിരുന്നു ഫസ്റ്റ് ഫോൾസിൽ. ഇതാണ് സെക്കൻഡ് ഫോൾസ്. സെക്കൻഡ് ഫോൾസ് എനിക്ക് അത്ര സ്പെഷ്യാലിറ്റി അങ്ങനെ തോന്നിയൊന്നുമില്ല. പിന്നെ ഈ ബ്രിഡ്ജ് കാരണം ഒത്തിരി ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്പോട്ട്, ഇതേ കാണിക്കുന്ന മെയിൻ സ്പോട്ടാണ് ലാസ്റ്റ് സ്പോട്ട്. ഇതാണ് മെയിൻ വാട്ടർഫോളായി വരുന്നത്. ഇവിടെ മെയിൻ കാണാൻ വരുന്ന വാട്ടർഫോൾസ് ആണ് ഈ ലാസ്റ്റ് വരുന്ന ഈ വാട്ടർഫോൾസ്. ഇതാണ് എലിഫന്റ് ഫോൾസിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് ദ ലാസ്റ്റ് ഫോൾസ്, തേർഡ് ഫോൾസ്. സോ ഇവിടെ ക്രൗഡൊക്കെ കൂടുതലാണ്, ഫോട്ടോസ് എടുക്കാനും ഫുള്ള് തിരക്കാണ് ഇവിടെ. അങ്ങനെ എലിഫന്റ് ഫോൾസ് കണ്ട് ലെറ്റ്സ് വാക്ക് ബാക്ക് ടുവേർഡ്സ് ദ മെയിൻ ഗേറ്റ്. നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും, ഇവിടെ എൻട്രി ടു എക്സിറ്റ് വരെ ഫുള്ളൊരു മിനി ട്രക്ക് ഉള്ളൊരു വൈബും ഫീലും കിട്ടും. എന്താ വെച്ചാൽ ഒരു പ്രോപ്പർ ട്രക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റെപ്സും പിന്നെ ഈ സൈഡിലെ ബാരിക്കേഡ്സും, അപ്പം അങ്ങനെ സൂപ്പറാണ്. അങ്ങനെ മെയിൻ ഗേറ്റ് എത്തി. സോ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലൈറ്റ്ലൂമാണ്. ആക്ച്വലി ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഞാൻ മുംബൈയിൽ നിന്ന് ഷിലോങ് വരെ വന്നത്, ഒരു വലിയ ജേർണി ആയിട്ട്. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്ലേസ് ഒരു റാൻഡം ഇൻസ്റ്റഗ്രാമിൻ്റെ റീല് കണ്ടതാണ്. അപ്പം തന്നെ മനസ്സിലായി ഇവിടെ എന്തായാലും പോകണമെന്ന്. പിന്നെ ഒരുപാട് കേട്ടു ലേറ്റ്ലൂം പറ്റി ഒരുപാട് ഞാൻ കേട്ട്. എന്താ വെച്ചാൽ നല്ല സീനിക് ബ്യൂട്ടിയും അങ്ങനെ ഫുൾ വാലീസും പിന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും സെയിം ടൈമിൽ കാമായിട്ട് എന്തോ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് കണ്ടറിയാം എന്താ അവസ്ഥ എന്ന്. ഈ ലൈറ്റ്ലൂം ഷിലോങ് സിറ്റിയിൽ നിന്ന് റഫ്ലി ഒരു 22 മുതൽ ഒരു 25 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് കാണും. അപ്പോൾ എന്തായാലും ഒരു 1.25 മണിക്കൂർ വേണം, അബവ് 45 minutes അവിടെ എത്താൻ. എന്താ വെച്ചാൽ ഇവിടെ കിലോമീറ്റേഴ്സ് ഒന്നും എത്ര ഓടിച്ചാലും തീരത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചാലും അതിന് ഒത്തിരി സമയം പിടിക്കും. എന്താ വെച്ചാൽ ഈ റോഡ്സ് ഭയങ്കര നേരമാണ്,
കുറച്ച് ട്രാഫിക്കും ഉണ്ട്, പക്ഷെ നല്ലതായി ഈ ട്രാഫിക് റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഞങ്ങളും അങ്ങനെ വണ്ടിയൊന്നും അധികം ഓവർടേക്ക് ചെയ്യാണ്ട് നല്ല വൃത്തിക്ക് ഓടിച്ച്, അതുകൊണ്ട് കുറച്ച് സമയം പഠിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ വേർത്തിട്ടാണ് ഈ 1.25 മണിക്കൂർ ഒന്ന് ട്രാവലിന് ഇവിടെ അങ്ങനെ മോശമായി തോന്നത്തില്ല. എന്താ വെച്ചാൽ ഈ സീനിക് ബ്യൂട്ടി തന്നെ ഫുള്ളിങ്ങനെ മരങ്ങളും, പിന്നെ ഒന്നാമത് ചൂടില്ല, നല്ല വെതറാണ്. ഇനിയിപ്പോൾ ലൈറ്റിലും മൊത്തം കണ്ടോ, ലൈറ്റിലും വെച്ചാൽ ഫുൾ മൂടിക്കിടക്കുന്ന ഫോഗായിരിക്കും. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ വന്നത്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഫൈനലി നമ്മൾ ലൈറ്റിലും എത്തി. സോ ഇത് കാണാൻ വേണ്ടിയാണ് ഇത്ര ദൂരം ട്രാവൽ ചെയ്ത്. അപ്പോൾ നിങ്ങളൊക്കെ പറയും, ഓ ഇതെന്താ മഹാരാഷ്ട്രയിൽ കാണത്തില്ലേ, നിൻ്റെ അവിടുത്ത് എത്ര മൗണ്ടൻസ് ഉണ്ട്, അതൊക്കെ കണ്ടാൽ പോരെ. പക്ഷെ ഇവിടുത്തെ വൈബ് വേറെ തന്നെ കേട്ടോ. ഇതിപ്പം നല്ല വെയിലല്ലേ, 2 മിനിറ്റ് ശേഷം ഫുള്ള് ഫോഗ് വരും, പിന്നെ മഴ വരും, പിന്നെയും വെയിൽ വരും. എന്തോ ഒരു വേറെ തന്നെയാണ്, ഒരു ഔട്ട് ഓഫ് നേച്ചർ എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഇങ്ങനെ കാണാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. പിന്നെ ശരിക്കും അവർ എല്ലാവരും വീഡിയോ പറഞ്ഞ പോലെ തന്നെ, ഞാൻ കേട്ട പോലെ തന്നെ നല്ല പീസ്ഫുള്ളാണ് ആക്ച്വലി. കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്, എന്തായാലും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പം എന്തായാലും കാണുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നല്ല വെയിലെല്ലാം ഉണ്ടായിരുന്നേ, ഇപ്പം ഫുള്ള് ഫോഗായി കവർ ചെയ്ത് ലാസ്റ്റ് ഇപ്പം നമ്മൾ കറക്റ്റ് ഈ ക്ലൗഡ്സൊക്കെ, ഈ ഫോഗൊക്കെ താഴെ പോയി നമ്മൾ ക്ലൗഡ്സിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരു സീനറി പോലെ കാണും മൊത്തം. ഇതാണ് ഇവിടുത്തെ ഭംഗി. ഈ സ്ഥലമൊക്കെ കണ്ടപ്പം മനസ്സിലൊരു ചോദ്യം, ഈ സ്ഥലത്തിന് എന്താ ലൈറ്റിലൊന്നും പേര് വന്നതെന്ന്. സോ പേര് വരാൻ കാരണം ഇവിടുത്തെ ലാംഗ്വേജ് ഉണ്ട്, ഖാസി ലാംഗ്വേജ്. ഈ ലൈറ്റ്ലൂമിൻ്റെ താഴോട്ട് വാലീസിന് താഴെ ഒരു വില്ലേജ് ഉണ്ട്, ഖാസി വില്ലേജ്. അപ്പം അവരുടെ ലാംഗ്വേജിൽ അതിൻ്റെ മീനിങ് ആണ് എൻഡ് ഓഫ് ദി ഹിൽസ്. അതാണ് ഈ ലൈറ്റ്ലൂമിൻ്റെ പേര് വന്നത്. എനിക്ക് ഈ സ്ഥലം കാണുമ്പം ഞാൻ ഈ സ്ഥലം എവിടെയോ കണ്ടെന്നൊരു ഓർമ്മ പോലെ. അപ്പം അതല്ല, വിൻഡോസ് XPയിലെ ആ വാൾപേപ്പർ പണ്ടത്തെ എന്തോ കണ്ടപ്പോൾ തോന്നി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. നമ്മൾ ഫസ്റ്റ് എലിഫൻറ്റ് ഫാൾസും കണ്ട്, പിന്നെ ലൈറ്റിലും വന്ന്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത എപ്പിസോഡ് നമ്മൾ പോകുന്നത് ഈ താഴെയിലെ വാലിയും താഴെ ഒരു വില്ലേജ് ഉണ്ട്, ഖാസി വില്ലേജ്. അപ്പം അങ്ങോട്ട് നമ്മൾ ചെറിയ ട്രക്ക്, അങ്ങോട്ട് ആരും പോകാറില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പോയേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഒരു അഡ്വഞ്ചർ, ശരിക്കും ഒരു അഡ്വഞ്ചറായി മാറിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. So these are some glimpses of our next episode, which I'll upload soon, I guess. This is Khasi village.